ഗുരുക്കന്മാരെ വിസിറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി വിശ്വാസമുള്ള ഒരു പള്ളിയാണ് അരുവിത്ര പള്ളി. അപ്പോൾ ഇവർ ഈ സഹദായുടെ നാമത്തിലുള്ള ഈ പള്ളിയിൽ വന്ന് ഞങ്ങൾ കുറച്ചേരം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇനി ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് കുർബാനപ്പണം അടയ്ക്കണം, അതേപോലെ തന്നെ അടിമ വയ്ക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ പൈസ കൊടുക്കാനായിട്ട് പോവാം. ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി അവിടെ കുർബാന നടക്കുകയാട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സൈഡിലുള്ള വിശുദ്ധ ഗീവറീസ് സഹദായുടെ രൂപമിരിക്കുന്ന ചെറിയ പള്ളിയിലേക്ക് നടന്നു പോവാണ്. അത് ഈ കാണുന്നതാണ് ഗീവറീസ് സഹദായുടെ രൂപം. അപ്പോൾ ഇതാണ് അരുവിത്ര പള്ളിയുടെ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ കേട്ടോ, ഈ കാണുന്നത്. അരുവിത്ര പള്ളിയിലെ കുർബാന അല്ലെങ്കിൽ തിരുക്കർമ്മങ്ങളുടെ നിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിപ്പോ എന്താ അമ്മ കേൾക്കുന്നേ? ഇതെന്താ സംഭവം എന്ന് പറഞ്ഞിടത്തെ? പണ്ട് കാലങ്ങളിൽ നമ്മുടെ റോമൻ കത്തോലിക്ക പള്ളികളിൽ കൂടുതലും ചൊല്ലിക്കൊണ്ടിരുന്നത് സുറിയാനി കുർബാനയാണ്. പിന്നീടാണ് അത് തർജ്ജമ ചെയ്ത് മലയാള കുർബാനയ്ക്കായിട്ട് നമ്മുടെ അച്ചടി ഭാഷയിലൊക്കെ കുർബാന വന്നു തുടങ്ങിയത്. ഇപ്പൊ ചില പള്ളികളിലൊക്കെ സുറിയാനി കുർബാന ഇപ്പോഴും തുടർന്നുകൊണ്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ അരുവിത്ര പള്ളിയിൽ കേൾക്കുന്നത് സുറിയാനി കുർബാന. നിങ്ങൾ ഈ കേൾക്കുന്നത് സുറിയാനി കുർബാനയിലെ ഒരു ഭാഗമാട്ടോ. അപ്പോൾ ഇതാണ് സുറിയാനി കുർബാനയിലെ ഒരു പാട്ടിൻ്റെ ഭാഗമാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. ഇവിടെ ചുവരുകളിലെല്ലാം പണ്ടത്തെ നമ്മുടെ സുറിയാനി ഭാഷ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. ഈ എഴുതി വെച്ചിരിക്കുന്ന സുറിയാനി ഭാഷയുടെ തർജ്ജമയാണ് ഇപ്പുറത്തുള്ളത് കേട്ടോ. അപ്പോൾ പള്ളിയുടെ സൈഡിൽ ഇങ്ങനെ റൈറ്റിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ഡെക്കോറായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ പള്ളിയിൽ വരുന്നവർ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഒഴിക്കാൻ ജലത്തിൽ അതൊരു നാച്ചുറൽ ഞങ്ങൾ നിൽക്കുന്നത് അരുവിത്ര പള്ളിയുടെ മുന്നിലാണ്. ഞങ്ങളിപ്പോൾ ഇന്ന് പ്രാർത്ഥിച്ചു, നിലവിളക്കിൽ എണ്ണ ഒഴിച്ചു, അച്ഛനെ കണ്ട് അടിമ വെച്ചു, കുർബാന പണമൊക്കെ കൊടുത്തു. ഞങ്ങൾ പാമ്പും മുട്ടയും വാങ്ങി നേർച്ചയിട്ടു. ഇനിയിപ്പോൾ ഞങ്ങൾ വിജിലച്ഛനെ കാണാൻ പോവുകയാണ് പാരീസ് ഭവനിൽ. ഇനി ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ അതിരമ്പുഴ. അപ്പോൾ ഞങ്ങളിത് അരുവിത്ര പള്ളി പുറകിൽ കാണുന്ന കേട്ടോ അരുവിത്ര പള്ളി. ഞങ്ങൾ അരുവിത്ര പള്ളിയിൽ നിന്ന് ഇറങ്ങി. അരുവിത്ര പള്ളിയുടെ കാർ പാർക്കിങ്ങിനാണ് ഞങ്ങൾ വണ്ടി ഇവിടെ ഇട്ടേപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി അടുത്തത് പോണത് എങ്ങോട്ടമ്മേ? പാലായി പോകണം. ചിപ്പിക്ക് ചെറിയൊരു വിശപ്പിൻ്റെ അസുഖം. വീട്ടിൽ കഴിക്കാൻ പറഞ്ഞു, കഴിച്ചില്ല. അപ്പോൾ ഇനി ചിപ്പിക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ പാലാ വഴിക്കാണ് അതിരമ്പുഴയ്ക്ക് പോണേ. അതുകൊണ്ട് ഞങ്ങൾ പാലായിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റുമാനൂർ ബെസ്റ്റ് ബേക്കേഴ്സിൽ കയറണം. അതാണ് നെക്സ്റ്റ് ചോയ്സ് ചിപ്പിയുടെ. അപ്പം നോക്കാം നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു. അതെ, അപ്പം ഞങ്ങൾ പോണ വഴിക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ? അപ്പം ഞങ്ങൾ പോവാണ്. അപ്പം ഞങ്ങളിത് അരുവിത്ര പള്ളിയിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് ഭരണങ്ങാനത്തേക്ക് പോവാട്ടോ. ആ വഴി പാലായിക്ക്, അവിടെ നിന്ന് എന്നിട്ട് അതിരമ്പുഴയ്ക്ക്. അപ്പം ഞങ്ങൾ ഈ പോകുന്നത് പാലായിക്കാണ്. അപ്പം അതാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ നമ്മളിതാ കൊട്ടാരമറ്റത്ത് സാന്തോം കോംപ്ലക്സിൽ എത്തിയിട്ടോ. വൈകിട്ടത്തെ ചായ കുടിക്കാൻ അപ്പോൾ കിട്ടുമില്ലെന്നറിയില്ല എന്നോർത്തിട്ടാണ് നമ്മളങ്ങ് പോണേ. അപ്പം ഞായറാഴ്ച കൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെ സാന്തോം കോംപ്ലക്സിൽ ഉണ്ടാകാറുണ്ട്. അപ്പം ഞങ്ങളങ്ങനെ സാന്തോം കോംപ്ലക്സിൽ എത്തിയിട്ടുണ്ട്. എന്തിനാ വന്നേ? ചിപ്പിക്ക് ഭക്ഷണം വാങ്ങിച്ചു. ശരി, അല്ലാണ്ട് അമ്മക്ക് ചായ ഒന്നും കുടിക്കണ്ടായിരിക്കും. നിർബന്ധമില്ല. ചിപ്പിയല്ലേ പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്. ഞങ്ങൾ ചായ കുടിക്കാൻ വന്ന ഇതാ പാലാ ഫുഡ് കോർട്ടിലാട്ടോ. ഹോസ്റ്റൽ ബെഡ് ഇവിടെ. നമ്മളിപ്പോൾ പാരീസ് വാർഡിൽ 6 മണിയൊക്കെ എത്തി. അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കുക. അച്ഛൻ അവിടെ ഒരു പപ്പ് കൊടുത്തൊന്നും കഴിഞ്ഞിട്ട് അച്ഛൻ വരുന്ന പറഞ്ഞു. ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല. ഫുഡ് കഴിക്കാനുള്ള സാഹചര്യം കിട്ടിയില്ല. തിരിച്ചു പോകുമ്പോൾ എന്തായാലും അത് പരിഗണിക്കുന്നതായിരിക്കും.
അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബിജിൽ അച്ഛൻ കേട്ടോ. അച്ഛൻ ടോക്കൊക്കെ കഴിഞ്ഞ് വന്നു, ഞങ്ങളുടെ അടുത്ത് കുറേ നേരമൊക്കെ വർത്തമാനം പറഞ്ഞു. പിന്നെ ഫോണൊക്കെ നോക്കി അതിൻ്റെ ഇടയ്ക്ക് വർത്തമാനമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ കണ്ടിട്ട് അച്ഛൻ അതേ വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിന്നർ കഴിക്കാൻ അച്ഛൻ്റെ കൂടെ കാരിസ്മാനിൽ തന്നെ ഡിന്നർ കഴിക്കാൻ പോയി. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടുത്തെ ഫുഡ് മെനു. പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും ചപ്പാത്തിയും ഫിഷ് കറിയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പം മമ്മി വിളിച്ചു. അപ്പോൾ ബിജിലച്ഛനും മമ്മിയും കൂടി സംസാരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഇറങ്ങിയപ്പോൾ തന്നെ രാത്രി ഒരു 8 മണിയൊക്കെ ആയി. ഞങ്ങൾ കുറേ നാളും കൂടെ കേട്ടോ ബിജിലച്ഛനെ കാണാൻ പോയത്. ഞങ്ങളവിടെ കാരീസ് ഭവനിൽ കുറച്ച് അച്ഛന്മാരൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ടൊക്കെയാണ്, അവരെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അച്ഛനും മമ്മിയും കൂടി സംസാരിക്കുന്ന കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ കാരീസ് ഭവനിൽ നിന്ന് ഇറങ്ങി. ഇന്ന് ഇത്രയൊക്കെ വീഡിയോ ഉള്ളൂ. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകേണ്ട സമയം ഇപ്പോൾ രാത്രി 8 മണിയോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ വി ആർ സൈനിങ് ഓഫ്. ബൈ.